എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ എക്സൈറ്റ്മെൻറ്റിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഓപ്പൺ ചെയ്തെന്നും പറയില്ല, എക്സൈറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്ത്. എന്തായാലും ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇന്ന് ടോട്ടൽ മോണോറാഗൺ ടീമുണ്ട്. ഇത് 1-2 ആളോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ അൺബോക്സ് ചെയ്ത് എല്ലാവരുടെ അടുത്ത് കൊണ്ടുപോയി റിയാക്ഷൻസ് ഒക്കെ നോക്കാം. ഓക്കെ, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കുറച്ച് ബോറാവും. അതിന് കൂടെ എൻ്റെ കൂടെ ഒരു പുതിയ ചീഫ് ഗസ്റ്റ് ഉണ്ട്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ കല്യാൺ കണ്ണ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഇന്നൊരാളെ കൂടി വന്ന്, അപ്പോൾ അതിൽ കൂടെ വിളിക്കാം അല്ലേ? അതെ അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ചെല്ലക്കിളി, ചെല്ലാതെ കിളി, ഐശ്വര്യ റാംസാർ. ഓക്കെ, ഇപ്പോൾ 3 ആൾക്കാരൊക്കെ ഉള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും വിളിച്ചാൽ പിന്നെ ഇവിടെ 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 കുറച്ച് ആൾ ബിസി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഷൂട്ടിങ്ങിൻ്റെ ബിസിയിലാണ്. അപ്പോൾ ഒരാളെ കൊണ്ടുപോയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് അറിയാമോ? കാർത്തികേട്ട ഇത് കൂടി എന്തെങ്കിലും ഇത് എന്താണ് സംഭവം? സൂപ്പർ. ഇത് ക്ലോക്ക് വെച്ച് നമുക്ക് എന്താണ് ഉപയോഗം? നമുക്ക് സമയം കാണാറുണ്ട്, ഫുഡ് കഴിക്കാൻ. അതിന് വാച്ച് പോരെ, എന്തുകൊണ്ട് ഞാൻ ക്ലോക്ക് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോണേ? ഓ ശരി, സാരി, ഇത് അങ്ങനത്തെ തെറ്റല്ല. ഇത് ബ്ലാക്ക് ആണ്. കാർത്തികേട്ട ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഒരുപാട് കളഞ്ഞ് അൺബോക്സ് ചെയ്യാനല്ലേ? ഇത് ഞാൻ അൺബോക്സ് ചെയ്യണ്ട, നിങ്ങൾ അൺബോക്സ് ചെയ്തോ. എന്ന് വെച്ചാൽ ഇല്ല, പതുക്കടേ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഐശ്വര്യപൂർവ്വം കല്യാണി അൺബോക്സ് ചെയ്യുന്നതാണ്. എല്ലാവരും കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കുക. എന്ന് വെച്ചാൽ ഇത് ഞാനാണ് കണ്ടന്റ് ക്രിയേറ്റർ എന്നെങ്കിലും ഇത് പ്രേക്ഷകർ നിങ്ങളാണ് നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നത്. അതുകൊണ്ട് ഇതിൽ ഒരാളായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇതാണ്. ഇപ്പൊ വരും അമ്മ ഇവിടെ വാ. സാധനം കാണിച്ചു തരാം. ഇതാണ് യൂട്യൂബിൽ നിന്ന് തന്ന നമ്മളുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, സോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് some 1 lakh subscribers, just how far have you came? ഓക്കെ, സോ ഇത് ആൾറെഡി എല്ലാവരും കണ്ടിരിക്കും. ഒരു വിസിറ്റിംഗ് കാർഡാണ്. ഇതാണ് നമ്മളുടെ സംഭവം. ഓക്കെ, കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ടാണ് നമ്മൾ തന്നെ മ്യൂസിക്. ഇതാണ് നിങ്ങൾ തന്ന സപ്പോർട്ടിൽ എനിക്ക് കിട്ടിയ സിൽവർ പ്ലേ ബട്ടണാണ് ഈ 1 lakhന് വേണ്ടി. ഇനി അടുത്തത് ഗോൾഡ് ഡയമണ്ടിലേക്ക് നമ്മൾ പോകില്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞ അൺബോക്സിംഗ്. എല്ലാവരും ഫ്രണ്ടിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം ഈ ലോകത്തിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങോട്ട് തോന്നി. സോ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലേ ബട്ടൺ എല്ലാവരോടും കാണിക്കാൻ പോവാണ്. ടീമിന് മാത്രം, ആർട്ടിസ്റ്റിന് മാത്രമല്ല, ടെക്നീഷ്യൻസ് എല്ലാം ടോട്ടൽ ക്രൂവോട് കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ വിചാരം. നമ്മുടെ അമ്മമ്മ ഉണ്ട്, സർപ്പുണ്ട്. അമ്മ പോവാണോ? അമ്മ ഒരു അവാർഡ് കിട്ടി യൂട്യൂബിലിരുന്നു. ഓ, ഞാൻ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ താണ്ടി 1 ലക്ഷം ആൾക്കാർ നമ്മളെ കാണാറുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെ ഓണർക്കും വന്നതിന് ശേഷമല്ലേ എനിക്കിത് കിട്ടി. 1 ലക്ഷം പേര് എൻ്റെ പിന്തുടർന്നുണ്ട്. ഞാൻ ചുമ്മാ ഇവിടെ ഞാൻ വീഡിയോസ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസ് അങ്ങനെയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല പോകുന്നത്. ഞാൻ കുറച്ച് ഇപ്പോൾ നമുക്കിവിടെ ഷൂട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയമാണ്. അതും ഞാൻ ഒരു മാസത്തിന് ശേഷം 2-3 വീഡിയോ ഇടാം. ഏതോ ഒരു ദൈവത്തിന് ആളുകളെ പ്രൈസ് അല്ലില്ല. അതുകൊണ്ട് അമ്മമ്മ അടുത്ത് കാണിച്ച് ഒരു എല്ലായിടത്തും കാണിക്കാം. ഓക്കെ അമ്മ, അപ്പോൾ പോണല്ലേ, നമ്മൾ കാണാം. ഓക്കെ, കുറച്ച് ബിസിയാണ്. കൺട്രോളറല്ലേ, ബിസിയാക്കിയാവും. ബിസിയായിട്ട് പിന്നെ എക്സിക്യൂട്ടീവ് ആണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കണമല്ലോ. ഫുൾ ടൈം ഫോണിലാണ്. ഇതെന്താണെന്ന് അറിയാമോ? 1 lakh സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അതുകൊണ്ട് പ്ലേ ബട്ടൺ യൂട്യൂബ് ആയി ചെന്നിട്ടുണ്ട്.
വീട്ടിൽ കൊണ്ട് പോകുമ്പോൾ തന്നെ ഇവിടെ പേരുണ്ട് നമുക്ക് മാറ്റാം, പെയിന്റ് അടിക്കാം. അതുകൊണ്ട് എല്ലാവരുടെ കാണിച്ച് ഒരു അത് മലീഫിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വകയും കൂടി നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നോട്ട് ചെയ്ത് വെച്ചോ, എവിടെയെങ്കിലും നിങ്ങൾ കാണുവാണെങ്കിൽ ഞാനടാ ക്യാമറ അപ്പോൾ നമ്മൾ ഓരോരാളോട് അങ്ങനെ പോവാം. ഓക്കെ ഓക്കെ നമ്മൾ പ്ലേ ബട്ടൺ കാണിക്കാൻ പോയി. ഇവിടെ ലോക്ക് ആയി പോയി. അകത്തും എവിടെ പോണേ? മൂത്രമൊഴിക്കണോ? മൂത്രമൊഴിക്കാൻ പോകുന്നു. ആ തുറന്നേര് പെട്ടെന്ന് ടോയ്ലറ്റ് ഉണ്ട് അവിടെ. അപ്പുറത്താ ടോയ്ലറ്റ് പോകല്ലേ? ആൾറെഡി വന്നുള്ള വീഡിയോ പോ. തിരിഞ്ഞോ. നീ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കല്ലേ? നമുക്കതുകൊണ്ട് നോക്കിയാലോ? അപ്പൊ നിനക്കും നിനക്കും ഒരു പങ്കാണ്. കുഞ്ഞിനെ കൊണ്ട് നീ എവിടെ പോണ്? തമാശ പറയുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആണ്. പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ വന്നപ്പോ ഒരു തീരുമാനമാവും. സബ്സ്ക്രൈബ് ചെയ്താൽ അതൊക്കെ നീ സബ്സ്ക്രൈബ് ചെയ്താലേ അത് ക്യാഷ് പറഞ്ഞതാ. അങ്ങനെ തിരിച്ചും നമ്മൾ കല്യാൺ കണ്ണർ ഇനി അടുത്ത് നമ്മൾ കാണിക്കാൻ പോണത് ഏറ്റവും കൂടുതലായിട്ട് അഭിനയിച്ച സിനിമയിലും അഭിനയിച്ച സീനിയർ ആർട്ടിസ്റ്റാണ്. നമുക്ക് പോവാം. പ്ലേ ബട്ടൺ ആണ്. ഇതിൽ എങ്ങനെ റിയാക്ട് അറിഞ്ഞൂടാ. ഇരുന്നാൽ നമുക്ക് നോക്കാം. കൊട്ടയം വടിയായിട്ടൊക്കെ ഇറങ്ങി പോടാ ഇവിടുന്ന്. ടാറ്റാ. നമുക്ക് കാര്യത്തിൽ പോകാം. എനിക്ക് പറയാൻ പോണ എന്റെ ഭാര്യയുടെ പെണ്ണിന്റെ ഫോട്ടോ. അയ്യോ ചേച്ചി ഞങ്ങളൊക്കെ കാത്തിരിക്കേണ്ടത് എനിക്ക് തന്നേക്കടാ. ഞാൻ വീട്ടിൽ അതിനകത്ത് നലീജിയാണ് എഴുതിയിട്ടുണ്ട്. This is not a paid promotions. പ്രേക്ഷകരിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും അറിയാം. വീണ ചേച്ചിനും ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാറുള്ളൂ. പക്ഷെ ചേച്ചി അങ്ങനല്ല. രാവിലെ ജോളജി ഈവനിങ് ആകുമ്പോൾ സ്പൈസി നൂഡിൽസ്. അതിന് ഓവർ കണ്ടന്റ്. നമ്മൾ ആകെ പോലെ ലൊക്കേഷൻ വീഡിയോ. അടുത്ത് ഇതേപോലെ അടുത്ത പ്ലേ ബട്ടൺ ചേച്ചിന് യൂട്യൂബ് ഉണ്ട്. സവിത ഞാൻ തുടങ്ങും. അടുത്ത് തുടങ്ങും. ഇതുപോലെ ഒന്ന് വാങ്ങുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. പക്ഷെ ഇന്ന് കിട്ടാൻ ഓക്കെയാണ്. പക്ഷെ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നു. അതാണ് പെരിയ പാട്. വീഡിയോസ് ഒന്നും ഇടുന്ന വീട്ടിലേക്ക് വെറുതെ ഒരു ഗോൾഡൻ അയച്ചു. പക്ഷെ നമ്മൾ പ്രേക്ഷകർ ഇത്രയും സപ്പോർട്ട് തന്നെ നന്ദി. നമ്മൾ ടീം ഫുള്ളായിട്ട് ആധാരമായിട്ട് 100% സപ്പോർട്ട് ഉണ്ടാവും. ഇല്ലേ? സപ്പോർട്ട് തന്നെ. പിന്നെ എന്തോ പറയാൻ വന്നാടേ മറന്നു പോടെ. നല്ലൊരു ഡയലോഗ് പറയാൻ വന്നാ മറന്നുപോയി. ചേച്ചിയെ കുറിച്ച് പൊക്കി പറയാൻ നമ്മള് അടുത്തടുത്ത ആൾക്കാരാണ്. ഓക്കെ സീനിയർ മോസ്റ്റ് ആണ്.
ഇത് നിങ്ങൾ ആരും കണ്ടിരിക്കാൻ ഒരുവിധ ചാൻസും ഇല്ല. ഇത് ആരാണ് അറിയാവോ? ഇത് ആ മുടി കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ആ മുടി കണ്ടാ മനസ്സിലാവും. മോഹൻ കാണിക്കും, മോഹൻ. നമ്മുടെ പാറുവിന്റെ അമ്മയാണ്. പക്ഷേ നമ്മൾ ഇത്തരം ആൾക്കാർക്കും ഡെയിലി മുട്ട കൊണ്ടുവരും, പിന്നെ കൊഴുക്കട്ട, പിന്നെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ട്. ഇത് ഒരു പ്ലേ ബട്ടണാണ്. യൂട്യൂബിൽ എനിക്ക് 1 ലക്ഷം പോയതിനുകൂടി എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും കാണിക്കണം, അങ്ങനെ ഒരു കണ്ടന്റ് കൂടി ആവട്ടെ എന്ന് വിചാരിച്ചത്. ഇരിക്കമ്മ കൊള്ളാവോ സംഭവം? തിരിച്ചുപിടി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. അതെ, അടിപൊളി ആർട്ടിസ്റ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ഉറപ്പായിട്ട് പറയും, ചേട്ടാ അത് വേണമായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. தூங்கிட்டாடே, எனக்கு ப்ளே பட்டன் கிடச்சிருக்கடே. எந்திரி 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 എനിക്ക് எந்திரி 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 ഒരു പ്രസവം കഴിഞ്ഞേ ഉള്ളൂ. അതാണ് ப்ளே பட்டன் കിട്ടിയിട്ടുണ്ട്. അത് ഡബിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. നീ ഇത്ര സമയം വീഡിയോ എടുക്കുന്നുണ്ട്, നീ ഒരു ടൈമെങ്കിലും കൺഗ്രാച്ചുലേഷൻസ് പറഞ്ഞാടേ. പറ എന്തെങ്കിലും കുറിച്ച് പറ. താങ്ക് യു. கண்டா எனக்கு கிடைச்சது இங்க எல்லாருக்கும் கிடைச்சது மாதிரி. യെസ്, യെസ്. സോ അങ്ങനെ ഇപ്പോൾ വേറെ ആരൊക്കെ മിസ്സിംഗ് ആണ്? ഇത്രയും ആർട്ടിസ്റ്റേ ഇന്ന് ഉണ്ടായിരുന്നു. ഇനി 2 ആർട്ടിസ്റ്റ് കൂടി ഉണ്ട്. അതും കാണിച്ചിട്ട് നമ്മൾ ഏതായാലും എല്ലാവരും ഒന്ന് കവർ ചെയ്യാം. ഓക്കെ ഓക്കെ. പേടിച്ച് നമ്മളിത് പ്ലേ പടം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് എവിടെയെങ്കിലും പൊളിച്ചിട്ട് എനിക്കിത് അരോമേന്ന് തോന്നുന്നു. കത്തിയിടാം. കത്തിയുടെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? യൂട്യൂബ് ചാനലില്ല, എൻ്റെ വീട്ടിൽ അടിപൊളി. നിങ്ങൾ എങ്ങനെയാണ് ഇതുപോലത്തെ കാമഡിയൊക്കെ സാധിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം. പാരമ്പര്യമായിട്ട് വീട് കുതിരവട്ടത്താണല്ലോ. ആ, അപ്പോൾ കുതിരവട്ടം പപ്പുചേട്ടൻ്റെ വീട്ടിനടുത്തായതുകൊണ്ടുള്ള ആ ഒരു കൾച്ചറൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ വന്നിരിക്കും. അതെ, അതെ. സത്യം. പിന്നെ ഞാൻ ഷൂട്ട് വരുമ്പോൾ ജഗതി കൂടെയാണല്ലോ വരാറ്. ചൈനീ കൂടെ അല്ലേ? ശരി, നിങ്ങൾ ഇപ്പൊ തൊട്ടാണ് പണ്ട് തന്നെ ഈ കലാപരിപാടികളൊക്കെ എല്ലാം ഉണ്ടോ? ചേട്ടനെ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മോണോറാൻ തൊട്ടാണ് കാർത്തിക് ചേട്ടനെ ബൈജുവിനെ നന്നായിട്ട് ഏകദേശം ഇത് 2021 ആണ്. കാർത്തിക് ചേട്ടൻ എപ്പോഴാണ് ഫസ്റ്റ് ചാൻസ് തപ്പി നടക്കാൻ തുടങ്ങിയ വർഷം? ഹരിപ്പോ തിരിപ്പോ എന്നുള്ളൊരു ആൽബുണ്ട്. പിന്നെ പൂവിതളല്ലേ ഫാസില, ഓ സൈനബ, അങ്ങനെ കുറേ ഓ സൈനബ അതെല്ലാരും കാണണം കേട്ടോ. നല്ല സൂപ്പർ. എപ്പോ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് വർഷം? 2006. പിന്നെ 2000 പാടി. അതെ, 2006 തൊട്ടാണ് ഇവരുടെ ജോലിയൊക്കെ തുടങ്ങിയത്. ഞാൻ അഭിനയിക്കാൻ വന്നത് അത് ശ്രീ ഗുരുവായൂരപ്പൻ. പിന്നെ വായില്ലാന്നിങ്ങനെ ബ്രാൻഡ് അഭിനയിച്ചു, ഒരു സംസാരിക്കും വായില്ലേ. പക്ഷെ ചേട്ടൻ ഇത് എത്ര കോമഡി ആയിട്ട് പറഞ്ഞാലും 2006 10, 14, 15 വർഷത്തിന്റെ സ്ട്രഗിളിന് ശേഷമാണ് ഓണറാകുന്ന ഒരു ഇത് വന്നിട്ട്. ഇതിൽ നമുക്ക് ഒരു പാഠം സത്യം പഠിക്കാറുണ്ട്. ഫിലോസഫി അല്ലേ നമ്മൾ കല്യാണം കേട്ടാൽ സീരിയൽ അത് എൻ്റെ ഭാഷ സംബന്ധിച്ച് കല്യാണം കഴിക്കും. പ്രണയത്തിൽ പറഞ്ഞുകൊണ്ടാണ് വിചാരിച്ചവിടെ ഇല്ല. കാർത്തിക് പറഞ്ഞാല് പ്ലേ ബോയ് ആണ്. മാക്സിമം സിനിമകളിൽ കണ്ട കാർത്തികിന് പറയുന്ന എല്ലാവരും പ്ലേ ബോയ് ആയിരുന്നു. കാർത്തികിന്റെ യഥാർത്ഥത്തിൽ
നാരായണ കാത്തിരിക്കുന്ന ഒരു 15 years struggle ആണ്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഓരോ വർഷം ഒരിക്കലും പിന്മാറാതിരിക്കുക. പിന്മാറി കഴിയുമ്പോഴാണ് അത് തോറ്റു പോകുന്നത്. സ്ട്രഗിൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രകൃതി നമുക്ക് തരും. ആ യൂണിവേഴ്സ് നമുക്കായിട്ട് സ്ഥാനം കാത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് തരും. നമ്മൾ സെറ്റിൽ ഓവറാണ്, ഓവർ ഇൻസ്പിറേഷൻ ആണ്. കാർത്തികയുടെ ഇൻസ്പിറേഷൻ അതുപോലെ സീനിയർ മോസ്റ്റ് ആണ്. നമ്മൾ എന്ത് തമാശ അടിച്ച് നമ്മൾ എത്ര നീ എത്രാമത്തെ സീനിയറാണ്? എത്ര വർഷമായി ഇത് വരെ വന്നത്? നീ ഏകദേശം ഒരു 2014 സോ എല്ലാവരും ഇങ്ങനെ ടീച്ചൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. നമ്മൾ വീഡിയോക്കകത്തൊക്കെ ഇങ്ങനെ കളിയാക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളുടെ ഒരു ഏജിൽ, നമ്മളുടെ ഈ പ്രായത്തിൽ ഏറ്റവും വലിയ പെൻഷൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ ഇത് പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ബോർഡായിരുന്നു. ഇതോ ഫിലോസഫി. അതെ അതെ അതെ. എന്തായാലും ഞാൻ ഇന്നും കരയ്ക്കാം. ഇത്രയും സമയം ക്യാമറ ഹോൾഡ് ചെയ്ത് കൊണ്ടിരുന്ന പാവമാണ്. ഇപ്പൊ കണ്ട ആദ്യമായിട്ട് എനിക്ക് നേരിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിലും സന്തോഷം അല്ലേ? കാർത്തിക് എവിടെ പോണേ? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ക്ലാപ്സ് ഇടാം. കണ്ണാടി കിട്ടില്ല. അപ്പൊ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി 1 ലക്ഷം കഷ്ടപ്പെട്ട് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ താണ്ടി കിട്ടിയ സംഭവത്തിന് കണ്ണാടി 50 രൂപ കണ്ണാടിയാക്കി. കണ്ണാടിയും ചെയ്യാം അല്ലേ? എന്നാലും ഒരു ക്ലോസ് ലോൺ കാണിക്കാം. പ്രസന്റിംഗ് ടു നമ്മൾ കാണിക്കാൻ പോണത് നമ്മുടെ കൺട്രോളറാണ്. അതിന് മുൻപ് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ഉണ്ട്. ചേട്ടാ, ദിസ് ഈസ് മൈ പ്ലേ ബട്ടൺ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് പോയി. എന്തായാലും ഈ വീഡിയോ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പോകും. പക്ഷേ നമ്മളിപ്പോൾ കൺട്രോളർ എടുത്ത് പോകും. ഓക്കെ ഗോയിങ് ടു ജോസിന്റെ. ദിസ് ഈസ് മൈ പ്ലേ ബട്ടൺ. ഞാൻ പറഞ്ഞത് നമ്മളുടെ സൂപ്പർ ജോസേട്ടൻ കൺട്രോളർ. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ കാണിച്ച് കുറേ ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ഫണ്ണി വീഡിയോസ് ഒക്കെ കാണുവാണെങ്കിൽ ജോസ് പേരൂർക്കട, അതല്ലേ യൂട്യൂബ് ചാനൽ ജോസ് പേരൂർ. സോ നമ്മുടെ എല്ലാ സപ്പോർട്ടും ബീന ചേച്ചിക്കും ജോസ് ഏട്ടനൊക്കെ ഉണ്ടാവും. ഇനി വേറെ ആർക്കൊക്കെ യൂട്യൂബൊക്കെ ഉണ്ടായാലും അത് ഞാൻ പറയാം. ഓക്കെ, ജോസ് പേരൂർക്കട ഡൺ. ഓക്കെ ചേച്ചിട്ടാ, താങ്ക് യു. ഇപ്പോൾ സാറ് അടുത്ത നമ്മൾ പോകാൻ പോണത് നമ്മളുടെ ഡയറക്ടർ സാറിൻ്റെ അടുത്താണ്. ഓക്കെ, ഡയറക്ടർ സാർ ഇപ്പോൾ ബ്രേക്കായി, ഏകദേശം എല്ലാവരും വരാൻ തുടങ്ങി. സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ജോസേറ്റിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു കൺട്രോളർ ആൻഡ് എക്സിക്യൂട്ടീവ് രണ്ടോരോടും സംസാരിച്ചുകൊണ്ടിരിക്കും. സാർ സംസാരിച്ച് തീർന്ന ഉടനെ നമുക്ക് ഇതൊക്കെ കാണിക്കാം. എന്നെ പഠിപ്പിച്ച ഒരു ആശാനാണ്. നമ്മൾ ഓടിപ്പിടിക്കുകയാണ്. പേര് കണ്ട ഇതാണ് നമ്മുടെ ഡയറക്ടർ സാർ. എല്ലാം ഇത് എന്തായാലും മോണോറാക്ക് വന്നതിന് ശേഷം അതുകൊണ്ട് ടീം എല്ലാവരും കാണിക്കാം. അതെ, താങ്ക് യു സാർ. ഇതാണ് ഞാൻ കുറെ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാർ ഹാരിസൺ സാർ, നമ്മുടെ ദലീഫിന്റെ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതിന്റെ സന്തോഷം എല്ലാവരും പങ്കുവെക്കുകയാണ്. ഓക്കെ, വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ബെല്ലൈക്കൺ അടിച്ചു പൊടിക്കണം. താങ്ക് യു സാർ. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോണത് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറിനോടാണ്. അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഒരു ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ അങ്ങനെയല്ല. ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ കാട്ടാൻ പോണോ എവിടെയാണ് ഇരിക്കുന്നത്. നമ്മളുടെ അടിപൊളി ചങ്ങാണ്. നമ്മുടെ ഭയങ്കര കട്ടി സുഹൃത്താണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഏതോ ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് കിട്ടിയതിന്റെ ചെലവ് ചേട്ടാ, ഞാൻ തന്നെ നിങ്ങൾക്കൊരു വലിയ ചെലവല്ലേ? നീ ഭയങ്കര ചെലവാ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? പിന്നെ കാണിക്കും. ഇപ്പൊ കാണിക്കാം.
അടുത്ത നമ്മൾ സുന്ദരനായിക്ക് നമ്മൾ സുന്ദര കുട്ടാനാക്കുന്ന നമ്മളുടെ മേക്കപ്പ് പിന്നെ ആശാനായ സുനിൽ ദിസ് ഈസ് അവർ പ്ലേ ബട്ടൺ. താങ്ക് യു സോ മച്ച്. ഇത് നമുക്ക് ഇവിടെ സെറ്റിൽ സെറ്റിൽ വയ്ക്കാനല്ല ഞാൻ വാങ്ങിച്ചത്, എൻ്റെ വീട്ടിൽ വയ്ക്കാൻ. എനിക്ക് തരൂല്ലേ? ഞാൻ ഉദ്ദേശിച്ച എനിക്ക് തന്നതാണ്. വന്ന സോഷ്യൽ മീഡിയ അതുകൊണ്ട് ഇതൊക്കെ കാണിക്കാം. നന്നായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അടുത്തത് ഞാൻ പ്ലേ ബട്ടനോട് പോകാൻ പോണത് എൻ്റെ അമ്മാൻ്റെ അടുത്താണ്. ഓക്കെ, എല്ലാവർക്കും ഒരേ BGM പാട്ട്. ഒന്നുമാ എനിക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്ലേ ബട്ടൺ കേട്ടിട്ടുണ്ട്. അപ്പം ലിപ്സ്റ്റിക് ഉമ്മ ലിഫ്റ്റിക്കൊക്കെ പോകും, അതുകൊണ്ടാണ്. അയ്യോ, അഞ്ചുമ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഇവന്റെ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെ എന്റെ മരുമോൾ സരി ഇവിടെ വേറെ മരുമോൾക്ക് ഇവന് 2 ലക്ഷം ആകുമ്പോൾ നിനക്ക് 1 ലക്ഷം ആകും. 200 മരുമോളുണ്ടല്ലോ. ഇല്ല, അത് അവളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യില്ല. ഇപ്പോൾ സിറ്റുവേഷൻ സബ്സ്ക്രൈബ് ചെയ്യൂല, ഫ്യൂച്ചറിൽ ചിലപ്പോൾ ചെയ്യും. ഇത് എന്റെ പേരിലേക്ക് മാറ്റാമല്ല എന്തെങ്കിലും. അത് നമുക്ക് ചെയ്യാം. നമ്മളുടെ ആധാറിന്റെ ഒരു ജെറാക്സ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ യൂട്യൂബിൽ അയച്ചു കൊടുക്കണം. ഓക്കെ, ഇതേ കൊള്ളാം. ഇവിടെ നലീഫ് ജിയെ മാറ്റിയിട്ട് അഞ്ചോ നായർ എന്ന് എഴുതാൻ പറ്റും. അഞ്ചുമാനും യൂട്യൂബ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും ആധാർ ഐ ഡി പോലെ ഇപ്പൊ എല്ലാവരുടെ യൂട്യൂബ് ചാനലുണ്ട്. ഇതാ നിൽക്കുന്ന അവളിന് വരെ യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും സൂപ്പർ. താങ്ക് യു. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ആളിലോട്ട് പോവാം. ഇപ്പോൾ കണ്ടിരിക്കും എൻ്റെ വേഷമൊക്കെ മാറി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്ലാക്കിലോട്ട് കൂടുതൽ കണ്ടു എന്തുകൊണ്ടെന്ന് വെച്ചാൽ അടുത്ത സീനിലേക്ക് ഡ്രസ്സ് മാറി. അതുകൊണ്ടാണ് ഈ ഡ്രസ്സിലേക്ക് ഏകദേശം നമ്മൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാത്തിലും പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾക്ക് ഫുൾ ടൈം ഫുഡ് തന്ന് നമുക്ക് ഇടയ്ക്കിടയിൽ ചായ വട ഇതുപോലത്തെ കറിയും തന്ന് നമ്മൾ പീസ്ഫുള്ളായിട്ട് വയ്ക്കില്ല. പ്രൊഡക്ഷൻ ടീമിലോട്ടാണ് പോകാൻ പോകുന്നത്. പ്രൊഡക്ഷൻ ടീമിൻ്റെ ചീഫാണ് ഇത് നമ്മളുടെ അരുൺ ബ്രോ. യെസ്, എനിക്കൊരു യൂട്യൂബിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് സ്വല്പാലേ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? കൺഗ്രാജുലേഷൻസ് എല്ലാവരും വാങ്ങിച്ച് അടുത്ത് ചോദിക്കുന്നത് എന്താണെന്നറിയോ? പൈസ വരാൻ തുടങ്ങിയാണ്. എനിക്ക് പൈസ ഒന്നും വേണ്ട. പൈസ ചോദിക്കണേ, പൈസ വന്ന് തുടങ്ങിയാൽ ഇവിടെ ചോദിച്ചത് പൈസ തരണം ആദ്യം. ഇവളിപ്പോ എൻ്റെ അടുത്ത് പ്രൊമോഷൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ പ്രൊമോഷൻ ചെയ്യൂല, അതുകൊണ്ട് സംഭവം പൊളി നമ്മളെ ചെറുക്കന്റെ സംഭവമാണ്. എന്റെ ബാക്കി ആടാകൂടങ്ങളൊന്നും എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പറയുന്നത് ഞാൻ നല്ല സാധനം ഇത് കണ്ട സംഭവം. ഇതിനകത്തോടെ ഈ വീഡിയോ എടുക്കുന്ന ആളെയും കാണാം. കണ്ട ഇത് വേറെ പണിയൊന്നുമില്ല. രാവിലെ ഇങ്ങനെ ഇറങ്ങിക്കോളും കുറ്റിയും പറഞ്ഞു. നമ്മള് രാവിലെ കോഫി, ഉച്ചയ്ക്ക് ചായ, വട. പൊളി എന്തായാലും സംഭവം കൊള്ളാം. പൈസ എല്ലാം കിട്ടും കൊടുത്താ. ഹാപ്പി നമ്മുടെ അശോകൻ രണ്ടത് ചോദിക്കണേ, ഇതിൽ സിനിമ കാണാൻ പറ്റും? സത്യം, ദൈവത്തിന്റെ സത്യം. ഞാൻ ഇന്നലെ ഈ സാധനം കൊണ്ട് നടക്കുമ്പോൾ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തറിയാവോ, ഇത് ലാപ്ടോപ്പ് ആയിരിക്കും. ലാപ്ടോപ്പ് കൊടുത്തതാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. എവിടെ ആക്ച്വലി എനിക്ക് ഇന്നലെ ഷൂട്ട് ഫുള്ളായിരുന്നല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും പൊളി സംഭവം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രൊഡക്ഷൻ വേറെ ഇവിടെ നല്ല ഹെവി മഴ. മഴയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാവരും വേണം. അല്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ உனக்கு கொடுத்தாலும் வீட்டில் வந்து நெகிழ்ச்சியாக உணவு ஒன்றும் பண்ண முடியும். எனக்கு கிடச்சிது ஒன்றும் நம்ம ஷூட் இல்லாததுனால நம்ம பண்ண முடியல. ഞാൻ അങ്ങോട്ട് മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവൻ ഇങ്ങോട്ട് തമിഴ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും കാണിക്കാമെന്ന്. ഓക്കെ ഓക്കെ, എനിക്ക് അടുത്ത് എടുത്തോ. ഇനി ആരാണുള്ളത്? നമ്മൾ വിനോദത്തിന് അവിടെ ഇരിക്കുന്നല്ലേ.
സോ ഞാൻ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാം. പാവം ഇത്ര സമയം കൈ വേദനിക്കുന്നു. ചെന്നൈയിൽ മുട്ടായി വാങ്ങിച്ചില്ല. മുട്ടായിയോ? കട്ട് ചെയ്തു. അടുത്ത് നമ്മൾ ഈ പ്ലേ ബട്ടൺ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ഷൻ ടീം എങ്ങനെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടീമാണ്. ടീമെന്ന് പറയാനായിട്ടും ഇപ്പോൾ 2 വ്യക്തിയേ ഉള്ളൂ. 2 കിടിലം കമ്പനിയാണ്, നമ്മളുടെ കട്ട കമ്പനിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ നമ്മളെ ഭംഗിയായിട്ട് കാണിക്കാനുള്ള ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത് അരുൺ ബ്രോ, ഇതാണ് നമ്മളെ അഴകായിട്ട് കാണിക്കുന്ന ക്യാമറാമാൻ. ആൻഡ് ദിസ് ഈസ് അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ പ്രവീൺ. അതെയാ ബ്രോ, അതെയാ എനിക്ക് യൂട്യൂബിലിരുന്ന് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ സൈലൻ്റായി ഇരിക്കത്തില്ല. വീഡിയോ ആയതുകൊണ്ട് സൈലൻ്റ് ആയതല്ല. ആക്ച്വലായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ടിസ്റ്റും എപ്പോഴും അടുത്തടുത്ത് കണ്ടുകൊണ്ടിരിക്കണം. ടീം, ക്യാമറ ടീം, പിന്നെ ആർട്ടിസ്റ്റ് ടീമും എപ്പോഴും ഓണിനുള്ളിൽ അടുത്തടുത്ത്. അപ്പോൾ നമ്മൾ ഫുൾ തമാശയും കളിയും ശരിയുമാണ്. അപ്പോൾ ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ് ടീമാണ്. ഈ ടീമിൽ കാണിക്കാതെ ഇരുന്നാൽ ഇത് ശരിയാവത്തില്ല. അല്ല, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നീ എന്തെങ്കിലും പറ, എനിക്ക് കണ്ടിട്ട് വേണം. മുന്നേ വായി ആധികാരികമായിട്ട് എനിക്ക് ഇതിനെ അറിയില്ല. ഞാൻ ഇത് പഠിച്ചെനിക്ക് കിട്ടിയ സാധനമാണ്. അങ്ങനെ പഠിച്ചു അധ്വാനിച്ച് കിട്ടിയതല്ലേ? ഇത് സാധനം കൊടുത്താൽ നമുക്ക് രണ്ടും അടിക്കാനുള്ള പൈസ ഇതിലുണ്ട്. ബ്യൂട്ടി ആയിട്ട് വരും. ബ്യൂട്ടി ആയിട്ട് വരും. അരുൺ ബ്രോ ആണ് എനിക്ക്. അരുൺ ബ്രോ, പിന്നെ പ്രവീൺ ചേട്ടൻ, പിന്നെ ഡയറക്ഷനിൽ നമ്മുടെ ഹാരിസൺ സാറ്, ഗിരീഷ് ചേട്ടൻ എല്ലാവരും എനിക്ക് പഠിപ്പിച്ച് എന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട് കൊണ്ടുവന്ന വ്യക്തികളാണ്. അതിൽ ഏറ്റവും പാവം അരുൺ ബ്രോ ആണ്. വന്ന സമയത്ത് തൊട്ട് ഈ ഫ്രെയിം വെച്ചാൽ ഞാൻ ഇങ്ങനെ നിൽക്കില്ല. ഞാൻ ഇങ്ങനെ പോകും. ഇപ്പോൾ ഫ്രെയിം ഉണ്ടായില്ലേ, ഇതേപോലെ ഇങ്ങനെ പോകും. ഇങ്ങനെ വരും. ഇല്ലടേ എന്നിപ്പോൾ നിൽക്കാൻ വെച്ച് ഏകദേശം ഒരു 40% ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി പോകണം. ഇതാണ് മെയിൻ ടീമാണ്. ഇതിന് കാണിക്കാതിരുന്ന പറ്റില്ല അതൊന്നും കാണിച്ചത്. ഇതിൽ നമ്മളെ അടുത്ത ടീമിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പോൾ കാണാം അടുത്ത സീൻ. പോവാം. അടുത്ത് നമ്മൾ പോകാൻ പോണത് നിങ്ങൾ ഫ്രെയിമിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പ്രോപ്പർട്ടി എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഹോസ്പിറ്റൽ. ഞാൻ മറച്ചു വെച്ചിരിക്കണേ സർപ്രൈസ്. അപ്പോൾ അതിന് നമ്മൾ ഹോസ്പിറ്റൽ സെറ്റപ്പ് ആയാലും ഓഫീസ് സെറ്റപ്പ് ആയാലും അടിപൊളിയായി ചെയ്യുന്ന നമ്മുടെ ആർട്ടിൻ്റെ ചീഫാണ് ഷക്കീരിക്ക. എന്താണെന്നറിയാമോ, യൂട്യൂബിൽ പ്ലേ ബട്ടൺ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കാണിച്ചാൽ എല്ലാവരും കാണും. ഷക്കീരിക്കാണ് നിങ്ങൾ കാണുന്ന. ഞാൻ പറയുന്നത് കാരണം ഷക്കീരിക്ക തന്നെ പറഞ്ഞു. ഏത് സീരിയലെല്ലാം ഷക്കീരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നു. മോണറാഗം, ഏഷ്യാനെറ്റ്, രാത്രിയില്, ഇത് മനോരമയില്, പിന്നെ കാണാ കൺമണി, സൂര്യ, ഏഷ്യാനെറ്റ്. ഇതിന് മുൻപ് ചെയ്തത് ഇപ്പോൾ സമയമില്ലാതെ കൊണ്ടാണ്. ഇത് മുമ്പ് ചെമ്പരത്തി ചെയ്തുകൊണ്ടിരുന്നല്ലേ? ഇപ്പോൾ സമയമില്ല. ഞാനിനി അതുകൊണ്ട് എല്ലാവർക്കും കാണിക്കാൻ വിചാരിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവർക്കും കാണിച്ചുകൊണ്ടിരിക്കും. സോ ആർട്ടിൻ്റെ മെയിനാണ്. ഓക്കെ, ഇത് കണ്ടത് ഫുള്ള് ആർട്ടിൻ്റെ പ്രോപ്പർട്ടീസാണ് ടെക്നിക്കൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത ആളിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. ഇന്നലെ എടുക്കല്ലേ ചീഫ് പറഞ്ഞില്ലേ? ഇല്ല, ഇന്നലെ എന്തായാലും എടുത്ത് വീഡിയോ എടുക്കും. പിന്നെ നമ്മളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, ഇന്നത്തെ അല്ല എപ്പോഴും നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ്. നമസ്കാരം. നമ്മൾ ആൾറെഡി വീഡിയോ എടുത്ത് ഇതിൽ ഏകദേശം ഒരു 6 മണിക്കൂർ പോകും. അതിൽ കൂടുതലായിട്ട് ഇത് നമ്മൾ ഇടാണ്ട. അപ്പോൾ അടുത്ത കാര്യങ്ങൾ നോക്കി ഫോണിനകത്തുള്ള ഞാൻ കണ്ടു. നമ്മൾ ആർട്ടിൻ്റെ ആൾക്കാരാണ്. അണിക്കുട്ടാ അല്ലേ, എനിക്ക് യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അടേ 1 lakh സബ്സ്ക്രൈബേഴ്സിനുണ്ട് യൂട്യൂബ്. നീ യൂട്യൂബിലുണ്ടോ? ഉണ്ടല്ലേ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിലില്ല, നീ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കാണുക. സോ അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇത് ആർട്ടിസ്റ്റ് മാത്രമല്ല, എല്ലാ മൊത്തം ക്രൂ, മൊത്തം മോണോറാഗം പറയുമ്പോൾ മൊത്തം ടീമല്ലേ, അതുകൊണ്ടാണ് എല്ലാവരും കൊണ്ടുവന്നത്. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഉച്ചയായതുകൊണ്ട് ഇങ്ങനെ കാണിക്കാം. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് എണ്ണിച്ച ശേഷം കാണിച്ചു തരാം. അശോകേട്ടാ, എനിക്ക് യൂട്യൂബിൻ്റെ ഒരു പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്.
ഇതേക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാനുള്ളത്? ഫോണിൽ സംസാരിച്ച് തീർക്ക് ഫസ്റ്റ്. ഫുൾ ലൈനാണ് അല്ലയാ. എനിക്ക് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിലിരുന്ന്. നമ്മുടെ കോസ്റ്റ്യൂമറാണ്. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാത്തിനും കാണിക്കാമെന്ന് വിചാരിച്ചതാ. ഓക്കെ, ആക്ച്വലി എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരുന്ന വ്യക്തി ഇതാ ഇപ്പോൾ റീൽസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ബിഹൈൻഡ് ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല. എന്നാലും ഈ തീർന്നിട്ട് കാണിച്ചു തരാം. മറ്റേ സാധനം അതെന്താ നിങ്ങൾ പൈസ കിട്ടിയാണ് ഒരു പ്രതീക്ഷ ഇന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയാമോ? വീഡിയോ എടുത്തല്ലോ അവൾ ഇതുപോലത്തെ സാധനം വേണം. നീ വെച്ചിട്ട് എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? വീഡിയോ ചെയ്യണ്ടേ? വീഡിയോ ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തു. ഇപ്പൊ ബിഹൈൻഡ് ദി ക്യാമറ അലീഫ് ജി ആണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ അൺബോക്സിങ് വീഡിയോ ഒക്കെ തീർന്ന് ഏകദേശം ഇപ്പോൾ ഷൂട്ട് ഓവറായി. ഇപ്പോൾ ഞാൻ റൂമിലോട്ട് തിരിച്ചു പോവാണ്. എല്ലാവർക്കും ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾ പ്രിയപ്പെട്ട ക്യാരക്ടേഴ്സ് എല്ലാവരും കണ്ടിരിക്കും വിചാരിക്കുന്നു. സോ ഇതുപോലെ ಇನ್ನೊരു വീഡിയോയിലേക്ക് കാണാം. Until then, it's bye from Alif Jia from NT Squad.